സാക്ഷരത മനുഷ്യന്റെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിലൊന്നാണ്. വായിക്കാൻ, എഴുതാൻ, അറിവിന്റെ ലോകത്തിലേക്ക് കടക്കാൻ കഴിയുന്ന അവകാശമാണത്. എന്നാൽ ലോകത്തിന്റെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഏറെക്കാലം അത് സ്വപ്നമായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് 1965 സെപ്റ്റംബർ 8 ഇറാനിലെ തെഹ്റാനിൽ നടന്ന വേൾഡ് കോൺഫറൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ദ ഇറാഡിക്കേഷൻ ഓഫ് ഇല്ലിറ്ററസി ലോക വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായത്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമ്മേളനം സാക്ഷരതയെ ദേശീയ തലത്തിലുള്ള പ്രശ്നമല്ല, ആഗോളതലത്തിലുള്ള അടിയന്തര ആവശ്യമാണ് എന്ന് ലോകത്തിനു മുന്നിൽ വച്ചു. തുടർന്ന് 1966 ഒക്ടോബർ 26 യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസ് ഔദ്യോഗികമായി സെപ്റ്റംബർ 8 ആഗോള സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചു. 1967 മുതൽ ലോകം മുഴുവനും ഈ ദിനം ആഘോഷിച്ചു വരുന്നു. ആ കാലഘട്ടത്തിൽ സ്ഥിതിഗതികൾ ഗുരുതരമായിരുന്നു. 1970 ലോകത്തിലെ പ്രായപൂർത്തിയായ ജനസംഖ്യയുടെ ഏകദേശം 34% പേർ സാക്ഷരരല്ലായിരുന്നു. 1985 889 ദശലക്ഷം ആളുകൾക്ക് വായിക്കാനോ എഴുതാനോ കഴിയില്ലായിരുന്നു. അതിൽ 2/3 സ്ത്രീകളായിരുന്നു. വികസനോന്മുഖ രാജ്യങ്ങളിൽ ദാരിദ്ര്യവും വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ അഭാവവും സാമൂഹിക തടസ്സങ്ങളും ചേർന്ന് സാക്ഷരതയുടെ വളർച്ച തടഞ്ഞു. ഈ ദിനാചരണത്തിൽ നിന്നാണ് നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. 1990 ഐക്യരാഷ്ട്രസഭ ആഗോള സാക്ഷരതാ വർഷം പ്രഖ്യാപിച്ചു. അതേ വർഷം തായ്ലൻഡിലെ ജോംറ്റിയൻ നഗരത്തിൽ നടന്ന വേൾഡ് കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ ഫോർ ഓൾ ലോക വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു മാറ്റമായി മാറി. ഇവിടെ നിന്നും എഡ്യൂക്കേഷൻ ഫോർ ഓൾ പ്രസ്ഥാനം ജനിച്ചു. ഐക്യരാഷ്ട്രസഭ ലിറ്ററസി ഡെക്കേഡ് പ്രഖ്യാപിക്കുകയും സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും മുൻഗണന നൽകി നിരവധി പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടെ ലോകം വലിയൊരു മുന്നേറ്റം കണ്ടു. 1820 വെറും 12% ആഗോള സാക്ഷരത ഇന്ന് 87% വരെ ഉയർന്നിട്ടുണ്ട്. യുവജനങ്ങളിൽ സാക്ഷരതാ നിരക്ക് 90% കടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും ഇന്നും 739 മുതൽ 750 ദശലക്ഷം വരെ ആളുകൾക്ക് അടിസ്ഥാന സാക്ഷരതയില്ല. അതിൽ 2/3 സ്ത്രീകളാണ്. ആഫ്രിക്കയും സതേൺ ഏഷ്യയും ഇന്നും ഏറ്റവും പിന്നിലാണ്. ചില രാജ്യങ്ങളിൽ ഇന്നും 50%-ൽ താഴെയാണ് സാക്ഷരതാ നിരക്ക്. സാക്ഷരതാ രംഗത്ത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പിന്നോക്കം ഇന്നും തുടരുകയാണ്. ഇന്ത്യയിൽ 2011 സെൻസസ് പ്രകാരം പുരുഷന്മാർക്ക് 80.9% സാക്ഷരതയുണ്ടായപ്പോൾ സ്ത്രീകൾക്ക് 64.6% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കേരളം 98%-ലധികം സ്ത്രീ സാക്ഷരത കൈവരിച്ച് ലോകത്തിന് തന്നെ മാതൃകയായി. പഠനങ്ങൾ കാണിക്കുന്നത് സാക്ഷരരായവരുടെ വരുമാനം, തൊഴിൽ അവസരങ്ങൾ, കുടുംബാരോഗ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം മികച്ച നിലയിലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ സാക്ഷരരായാൽ അത് മുഴുവൻ കുടുംബത്തിനും സമൂഹത്തിനും വളർച്ചയാകുന്നു. ഇന്ന് സാക്ഷരതയുടെ അർത്ഥം വായനയിലോ എഴുത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഡിജിറ്റൽ സാക്ഷരത, AI സാക്ഷരത, മാതൃഭാഷയിലുള്ള സാക്ഷരത ഇവയെല്ലാം 21-ാം നൂറ്റാണ്ടിലെ നിർണായക ഘടകങ്ങളായി മാറിയിരിക്കുന്നു. COVID-19 മഹാമാരി കാലത്ത് ലോകം കണ്ട വിദ്യാഭ്യാസ നഷ്ടം സാക്ഷരതയിൽ വീണ്ടും വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളിലും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലും സാക്ഷരതയെ മനുഷ്യന്റെ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളോ ഫ്രെയറിന്റെ പ്രസിദ്ധമായ ചിന്ത പോലെ സാക്ഷരത വാക്കുകൾ വായിക്കുക മാത്രമല്ല, ലോകത്തെ വായിക്കുക എന്ന വലിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന്റെയും അടിസ്ഥാനം തന്നെയാണ്. സാക്ഷരതയുടെ യാത്ര 19-ാം നൂറ്റാണ്ടിലെ വ്യാപകമായ അനക്ഷരതയിൽ നിന്ന് ഇന്നത്തെ 87% ആഗോള സാക്ഷരതയിലേക്ക് വന്നത് മനുഷ്യരുടെ വലിയ ഒരു ചരിത്ര വിജയമാണ്. എന്നാൽ മുന്നിൽ ഇന്നും ഏറെ വെല്ലുവിളികളുണ്ട്. ലിംഗവ്യത്യാസം, പ്രാദേശിക വിദ്യാഭ്യാസം, ഡിജിറ്റൽ ഭിന്നത, വിദ്യാഭ്യാസ അവകാശത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കോടിക്കണക്കിന് ആളുകൾ തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 8 ആഗോള സാക്ഷരതാ ദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല, ലോകത്തിനു മുന്നിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു സന്ദേശമാണ്. സാക്ഷരത മനുഷ്യന്റെ പുരോഗതിക്കും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും അനിവാര്യമാണ്.